കോഴിക്കോട് വെള്ളയിൽ സ്വദേശി അസീമിന്റെ മരണത്തിൽ അസ്വാഭാവികതയില്ലെന്ന് നിഗമനം. തലയിലെ ആന്തരിക രക്തസ്രാവം ബാഹ്യമായ പരിക്കേറ്റതല്ലെന്നും മരണം കൊലപാതകമല്ലെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. മരണത്തിൽ കുടുംബം ദുരൂഹത ആരോപിച്ചതിന് പിന്നാലെ അസീമിന്റെ മൃതദേഹം പുറത്തെടുത്ത് വീണ്ടും പോസ്റ്റ്മോർട്ടം ചെയ്യുകയായിരുന്നു. അനഘ, കഴിഞ്ഞ ദിവസം ഈ മൃതദേഹം പുറത്തെടുത്ത് ഉള്ള നടപടികളൊക്കെ നടന്നതാണ്. എന്തായാലും ഈ മരണത്തിൽ ഇപ്പോൾ ദുരൂഹത ഇല്ല എന്ന് പറയുന്നു. എന്താണ് വിവരങ്ങൾ? രാഖി, വെള്ളയിൽ സ്വദേശിയായിട്ടുള്ള അസീമിന്റെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് കുടുംബം രംഗത്ത് വന്നിരുന്നു. ഇതിനുശേഷമാണ് ഈ മൃതദേഹം, സംസ്കരിച്ച മൃതദേഹം ഖബറിൽ നിന്ന് പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടപടികൾ നടത്തിയത്. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, പ്രാഥമികമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നു. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് ഈ മരണത്തിൽ ദുരൂഹതയില്ല, ആന്തരികമായ രക്തസ്രാവമാണ് മരണകാരണമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. അത് സ്വാഭാവികമായിട്ട് ഉണ്ടായതാണ് എന്ന പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. അതായത് ഈ അസീമിന്റെ മരണത്തിൽ മറ്റ് ദുരൂഹതകളൊന്നുമില്ല, കൊലപാതകമല്ല എന്ന് തെളിഞ്ഞിരിക്കുകയാണ്. ഈ കഴിഞ്ഞ 4 ദിവസം മുമ്പാണ് അസീം മദ്യപിച്ച് അവശനായി വീട്ടിലേക്ക് എത്തുന്നതും തുടർന്ന് കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ഈ ആശുപത്രിയിൽ വെച്ചാണ് അസീം മരണപ്പെടുന്നത്. മാത്രമല്ല, ആന്തരിക രക്തസ്രാവമാണ് മരണകാരണമെന്ന് അന്ന് ഡോക്ടർമാർ പറഞ്ഞിരുന്നു. പോസ്റ്റ്മോർട്ടം ചെയ്യാതെയാണ് മൃതദേഹം സംസ്കരിച്ചത്. അതിനെ തുടർന്നാണ് ബന്ധുക്കൾക്ക് ഒരു സംശയമുണ്ടായത്. ഈ സംശയത്തെ തുടർന്നാണ് ഈ ഖബറിൽ നിന്ന് മൃതദേഹം പുറത്തെടുത്ത് വീണ്ടും പോസ്റ്റ്മോർട്ടം നടപടികൾ ചെയ്തത്. അതിനുശേഷം പുറത്തുവന്ന പ്രാഥമികമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് മരണത്തിൽ ദുരൂഹതയില്ല എന്ന വാർത്ത പുറത്തു വരുന്നത്. അസീമിന്റെ മരണത്തിൽ ദുരൂഹത ഇല്ല എന്ന വിവരമാണ് പുറത്ത് വരുന്നത്.